നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും യുദ്ധം ഒഴിവാക്കാനുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10-ന് ഒമാനിലെ മസ്കറ്റിലാണ് സമവായ ചർച്ച. ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതികളാണ് പ്രധാന വിഷയം. ആണവായുധ നിർമ്മാണ പദ്ധതികളിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്നും ഇതിനായി US-ഉമായി ധാരണയിലെത്തണമെന്നും പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ അതിന് വഴങ്ങാത്ത പശ്ചാത്തലത്തിലായിരുന്നു വമ്പൻ കപ്പൽപ്പട ഇറാനെ ഉന്നമിട്ട് അയച്ചുകൊണ്ട് ട്രംപ് ആക്രമണ ഭീഷണി മുഴക്കിയത്. ആക്രമിച്ചാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്നും മധ്യേഷ്യയാകെ യുദ്ധകലുഷിതമാകുമെന്നും ഇറാനും പ്രതികരിച്ചിരുന്നു. അതേസമയം ചർച്ച പൊളിഞ്ഞാൽ ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമനേയി ദുഃഖിക്കേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിശദീകരിക്കാൻ ട്രംപ് തയ്യാറായതുമില്ല. ഇറാനും US-ഉം തമ്മിലുള്ള ആണവ ചർച്ചകൾ വെള്ളിയാഴ്ച ഒമാനിൽ വെച്ച് നടക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആണവ ചർച്ചകൾ ഒമാനിൽ വെച്ച് നടത്താമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി സമ്മതിച്ചത്. നേരത്തെ തുർക്കിയിൽ വെച്ച് ചർച്ചകൾ നടക്കുമെന്നായിരുന്നു രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഒമാനിൽ വെച്ച് ചർച്ച മതിയെന്ന് US നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം ആണവ ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തി. ഖമനേയി വളരെയധികം ആശങ്കാകുലനാകണമെന്ന് ട്രംപ് പറഞ്ഞത്. ഇറാനെ ഒരു ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവ ചർച്ച വിജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും എന്നാൽ മേഖലയിലെ അറബ് നേതാക്കളോടുള്ള ബഹുമാനം കണക്കിലെടുത്താലാണ് ചർച്ചയുമായി മുന്നോട്ട് പോകുകയുള്ളൂ എന്നും വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനയുണ്ട്. അതേസമയം ചർച്ചയിൽ ആണവ കരാറിന് പുറമെ മേഖലയിലെ സംഘർഷവും ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ചർച്ചയാക്കുമെന്ന് മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഇറാൻ US ചർച്ചയ്ക്ക് വഴിതെളിഞ്ഞെങ്കിലും ആശങ്ക തുടരുകയാണ്. US-ന്റെ വിമാനവാഹിനി പടക്കപ്പലായ USS എബ്രഹാം ലിങ്കന് നേർക്കെത്തിയ ഒരു ഇറാനിയൻ ഡ്രോൺ US സൈന്യം വെടിവെച്ചിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ട്രംപ് ഖമനേയിക്ക് നേരെ ഭീഷണി എത്തിയത്. ഈ ഡ്രോൺ അയച്ചത് മേഖലയിലെ പതിവ് നിരീക്ഷണത്തിന്റെ ഭാഗമായെന്നും രാജ്യാന്തര നിയമം ലംഘിച്ചിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ ഒരു US വാണിജ്യ കപ്പൽ പിടിച്ചെടുക്കാൻ ഇറാൻ ശ്രമിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേലും US-ഉം ആക്രമണം നടത്തിയപ്പോഴും ഇറാൻ സൈന്യം കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ചർച്ചയ്ക്ക് ഒടുവിൽ എന്താകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം.